ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആരോഗ്യമുള്ള സമൂഹമാണ് രാജ്യത്തിന്റെ സമ്പത്തെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ആരോഗ്യമേള രാഷ്ട്രപതി മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിന് ഇസ്രായേലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. എൻസിഇആർടിയുടെ 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ കടുത്ത ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള രാജ്യത്തെ ആദ്യ മാതൃക സംയോജിത പുനരധിവാസ ഗ്രാമത്തിന്റെ ശിലാസ്ഥാപനം മലപ്പുറം തിരൂരിൽ നാളെ നടക്കും. കേരളത്തിൽ അടുത്ത മാസം 1 വരെ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐസിസി T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലാൻഡിന് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. ആരോഗ്യമുള്ള സമൂഹമാണ് രാജ്യത്തിന്റെ സമ്പത്തെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മഹാരാഷ്ട്രയിലെ വിദർഭയിൽ ആയുഷ് മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ ആരോഗ്യമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആയുർവേദം, യോഗ, മറ്റ് ആയുഷ് സംവിധാനങ്ങൾ എന്നിവ ചികിത്സയ്ക്കുമപ്പുറം ആരോഗ്യ സംരക്ഷണത്തിന്റെ സമഗ്ര ശാസ്ത്രമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. इस 4 दिवसीय आयोजन के दौरान आयुष चिकित्सा पद्धतियों के विभिन्न आयामों पर विचार विमर्श किया जाएगा. आयुष के प्रति लोगों की जागरूकता बढ़ाने के लिए परामर्श शिविरों और औषधि पद्धतियों का आयोजन किया जा रहा है. ऐसे आयोजनों की विशेषज्ञों, उद्योग जगत के प्रतिनिधियों और जनसामान्यों के बीच संवाद एवं सहभागिता स्थापित करने में महत्वपूर्ण भूमिका है. മഹാരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി നാളെ ഝാർഖണ്ഡിലെത്തും. ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിന് തറക്കല്ലിടുന്ന ശ്രീമതി മുർമു മണിപ്പാലിലെ ടാറ്റ മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിന്റെ ഭൂമിപൂജയിലും പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഇസ്രായേലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പത്നിയും ടെൽ-അവീവ് വിമാനത്താവളത്തിലെത്തി ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിനെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി നാളെ കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. 8ാം ക്ലാസ്സിലെ എൻസിഇആർടി പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ കടുത്ത ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. വിഷയം അതീവ ഗൌരവമുള്ളതാണെന്ന് നിരീക്ഷിച്ച കോടതി സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. നീതിന്യായ വ്യവസ്ഥയെ അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. PM E-ഡ്രൈവ് പദ്ധതിയിലൂടെ ഇതുവരെ 28 ലക്ഷത്തിലധികം ഇലക്ട്രിക് വാഹനങ്ങൾ വിതരണം ചെയ്തതായി കേന്ദ്ര ഖനവ്യവസായ മന്ത്രി HD കുമാരസ്വാമി. ന്യൂഡൽഹിയിൽ ഫിക്കിയുടെ 3ാമത് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിൽപ്പന നടത്തിയവയിൽ 20 ലക്ഷത്തിലധികം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളും 3 ലക്ഷത്തോളം മുച്ചക്ര വാഹനങ്ങളും ഉൾപ്പെടുന്നു. 14,000-ലേറെ ഇലക്ട്രിക് ബസ്സുകൾക്ക് കൂടി അനുമതി നൽകിയതായും ശ്രീ HD കുമാരസ്വാമി അറിയിച്ചു. രാജ്യത്തെ ഗിഗ് തൊഴിലാളികൾക്ക് മികച്ച തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗിഗ് തൊഴിലാളികൾക്ക് മതിയായ സാമൂഹിക സുരക്ഷ, ഇൻഷുറൻസ്, ആരോഗ്യ സൌകര്യങ്ങൾ, നൈപുണ്യ വികസനത്തിനുള്ള അവസരങ്ങൾ എന്നിവ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും ശ്രീ മാണ്ഡവ്യ പറഞ്ഞു. പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും ഏകോപിപ്പിക്കുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സംയുക്തമായി പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ന്യൂഡൽഹിയിൽ സമാപിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ വട്ടമേശ സമ്മേളനത്തിൽ ഏകകണ്ഠമായി അംഗീകരിച്ച പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സുതാര്യവും കാര്യക്ഷമവുമായ തെരഞ്ഞെടുപ്പ് രീതികൾ ജനാധിപത്യ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും സമ്മേളനം വിലയിരുത്തി. കേന്ദ്ര, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ ദേശീയ വട്ടമേശ സമ്മേളനം ഇനി മുതൽ എല്ലാ വർഷവും നടത്താനും തീരുമാനിച്ചു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെന്നൈയിലെത്തി. തെരഞ്ഞെടുപ്പ് സജ്ജീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ജില്ലാ കളക്ടർമാർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായും കമ്മീഷൻ വിശദമായ ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം.
voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. സൈബർ തട്ടിപ്പുകൾക്കെതിരെ റെയിൽവേ പെൻഷൻകാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി റെയിൽവേ മന്ത്രാലയം. വ്യാജ ഫോൺ കോളുകൾ, SMS, വാട്സാപ്പ് സന്ദേശങ്ങൾ എന്നിവ വഴി പെൻഷൻകാരുടെ വ്യക്തിഗത വിവരങ്ങളും സാമ്പത്തിക വിവരങ്ങളും തട്ടിപ്പുകാർ ചോർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും വിവരങ്ങൾ കൈമാറരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലാൻഡിന് ബാറ്റിംഗ്. ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കൊളംബോയിലെ R പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. സൂപ്പർ 8ൽ ഇന്ത്യ നാളെ സിംബാബ്വെയെ നേരിടും. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന പ്രകാരം 1,92,000 കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്തതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ പുസ കൃഷി വിജ്ഞാനമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകർക്കുള്ള വായ്പാ വിതരണം കാര്യക്ഷമമാക്കുന്നതിന് ഫാർമർ ID അവതരിപ്പിക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. कृषि का एक तरह से कुंभ होता है. देश का सबसे बड़ा कृषि मेला होता है, जिसमें कौन कौन से रिसर्च और शोध हुए, कौन सी नई तकनीकी आई, कौन से नए बीज आए, कौन सी अलग अलग पद्धतियां हैं कृषि की, कैसे और उत्पादन बढ़ा सकते हैं, रोगों का मुकाबला हम कैसे कर सकते हैं, इंटीग्रेटेड फार्मिंग की दिशा में हम कैसे आगे बढ़ सकते हैं, इसकी बेहतर जानकारी पूरे देश के किसानों को इसके माध्यम से दी जाती है. പരമ്പരാഗത കഴിവുകളെ ആധുനിക വിപണികളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയായി ആത്മനിർഭർ ഭാരത് പദ്ധതി മാറിക്കഴിഞ്ഞതായി ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് കുമാർ. ഗ്രാമോദ്योग വികാസ് യോജനയുടെ ഭാഗമായി വിവിധ പരിശീലന പദ്ധതികളുടെ സർട്ടിഫിക്കറ്റ് ടൂൾ കിറ്റ് വിതരണം തൃശൂർ അവിണിശ്ശേരി ഖാദി കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ പ്രാദേശിക വിപണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്നും ശ്രീ മനോജ് കുമാർ പറഞ്ഞു. രാജ്യത്തെ ആദ്യ മാതൃകാ സംയോജിത പുനരധിവാസ ഗ്രാമത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമാകുന്നു. 65.48 കോടി രൂപയുടെ പദ്ധതിയുടെ ശിലാസ്ഥാപനം മന്ത്രി R ബിന്ദു നാളെ നിർവഹിക്കും. ഭിന്നശേഷി കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഭാവി ആശങ്കകൾക്ക് പരിഹാരമായി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത രാജ്യത്തെ ആദ്യ മാതൃകാ സംയോജിത പുനരധിവാസം ഗ്രാമം പദ്ധതിയാണിത്. തിരൂർ താലൂക്കിലെ കുറുമ്പത്തോർ ആദവനാട് പുത്തനത്താണിയിലെ 5 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു. കഴുത്തിനും കൈക്കും പരിക്കേറ്റ മന്ത്രിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തെ അപലപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയെ ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചെയ്തു. പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്ത് പോകുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ദുർബലമായി. കേരളത്തിൽ അടുത്ത മാസം 1 വരെ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം എന്ന പേരുമാറ്റം നാടിന്റെ സാംസ്കാരിക വീണ്ടെടുപ്പിന്റെ തുടക്കമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്നിവ വെറും മുദ്രാവാക്യങ്ങളല്ലെന്നും ദൌത്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷത്തെ പ്രധാനമന്ത്രി യോഗ പുരസ്കാരങ്ങൾക്കായി അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര ആയുഷ് മന്ത്രാലയം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 21. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 50 പോയിന്റ് ഉയർന്ന് 82,276ലും നിഫ്റ്റി 57 പോയിന്റ് വർദ്ധിച്ച് 25,452ലും വ്യാപാരം ക്ലോസ് ചെയ്തു. സ്വർണ്ണവില പവന് 80 രൂപ കൂടി 1,18,720 രൂപയും ഗ്രാമിന് 14,840 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യമുള്ള സമൂഹമാണ് രാജ്യത്തിന്റെ സമ്പത്തെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ആരോഗ്യമേള രാഷ്ട്രപതി മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിന് ഇസ്രായേലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. NCERTയുടെ 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ കടുത്ത ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള രാജ്യത്തെ ആദ്യ മാതൃകാ സംയോജിത പുനരധിവാസ ഗ്രാമത്തിന്റെ ശിലാസ്ഥാപനം മലപ്പുറം തിരൂരിൽ നാളെ നടക്കും. കേരളത്തിൽ അടുത്ത മാസം 1 വരെ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലാൻഡിന് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.